സർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു, ഈ ദുരന്ത നിവാരണ ഫണ്ട് അതിൽ നിന്ന് എത്ര കേരളത്തിന് ലഭിച്ചു, അല്ലെങ്കിൽ കേരളത്തിന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എത്ര ലഭിച്ചു, ഇതൊക്കെ കണക്കുകൾ നിരത്തി ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് അമിത് ഷാ സിപിഎമ്മിനെ വെല്ലുവിളിച്ചിരുന്നു. ആ വെല്ലുവിളിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പകരം അദ്ദേഹം പറഞ്ഞത് 25% വോട്ട് പോലും ബി.ജെ.പിക്ക് ലഭിക്കില്ല. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യരുത് എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് മലയാളികൾ. ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള ഈ ഒരു സംവാദത്തിലേക്കുള്ള ഈ ഒരു വെല്ലുവിളിയെയും കാര്യങ്ങളെയും ഒക്കെ എങ്ങനെ വിലയിരുത്താം? അമിത്ഷായുടെ ചൂണ്ടയിൽ പിണറായി കൊത്തി എന്നാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇനിയിപ്പോ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അമിത്ഷാ കൊടുത്ത ചൂണ്ടയിൽ കയറി കടിച്ചു കഴിയും. അതിൽ ഇനി വിശദീകരണവുമായി രംഗത്ത് വരേണ്ടത് പിണറായിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റുമാണ്. അമിത്ഷാ ഇന്നലെ കൊച്ചിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല പരിപാടികളിലും പങ്കെടുത്തപ്പോൾ വ്യക്തമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റുകൾ കേരള ഗവൺമെന്റിന് കൊടുത്തതിന്റെ 4 ഇരട്ടി ആനുകൂല്യങ്ങളാണ് ബി.ജെ.പി ഗവൺമെന്റ് കൊടുത്തത്. പറയുന്നത് അമിത്ഷായാണ്. 4 ഇരട്ടി എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള കണക്കുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നേതാവാണ് അമിത്ഷാ. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് കേരളത്തിന് എന്തെല്ലാം കിട്ടി എന്നുള്ള കാര്യമായിരിക്കും. അത് കിട്ടിയത് ഇവിടെ വന്നു കഴിയുമ്പോൾ കിട്ടിയ തുക എന്ത് ചെയ്തു എന്ന മറുപടി പിണറായി സർക്കാരിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കള്ളി വെളിച്ചത്താവും. അദ്ദേഹം ആ കാര്യം പറയുന്നതോടൊപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. 25% വോട്ട് നേടും. നോക്കൂ, അത് 30% എന്ന് പറഞ്ഞിട്ടില്ല, 35 എന്ന് പറഞ്ഞിട്ടില്ല, 25%. കഴിഞ്ഞ തവണ 20% അടുത്തെത്തി, 19 സംതിങ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 20% എന്ന് റൗണ്ട് അബൌട്ട് നമുക്ക് കൂട്ടാം. ഒരു 5% കൂടെ കൂട്ടും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പറയാൻ കാരണം ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി കഴിഞ്ഞ 2-3 മാസമായി വോട്ട് ചേർക്കൽ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിലെ വീട് വീടാന്തരം കയറി പുതിയ വോട്ടർമാരെയും വിട്ടുപോയ വോട്ടർമാരെയും ഒക്കെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്ന അതിന്റെ വെരിഫിക്കേഷന് വേണ്ടിയും ഒക്കെ കൊണ്ടുപോകുന്ന വലിയ തിരക്കിട്ട പരിപാടികളാണ് നടന്നത്. അതിൽ വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അതിൽ അദ്ദേഹം വളരെ സംതൃപ്തനാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് ബി.ജെ.പി ചെയ്യേണ്ട ജോലി വളരെ വൃത്തിയായി ചെയ്തു, ഭംഗിയായി ചെയ്തു. ഇനി ഇലക്ഷനിലേക്ക് നീങ്ങുമ്പോൾ അതിന്റെ മാറ്റം ഉണ്ടാകും. 25% വോട്ട്. നോക്കൂ, അദ്ദേഹം ഒരു ജില്ല പിടിക്കുമെന്ന് പറഞ്ഞില്ല, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുമെന്ന് പറഞ്ഞില്ല, ഒരു കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞില്ല, ഒരു പഞ്ചായത്ത് ഭരിക്കുമെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ഭരിക്കാൻ പോകുന്ന പഞ്ചായത്തുകളുടെ എണ്ണം ഇതാണെന്നും പറഞ്ഞില്ല. 25% വോട്ട് എന്ന് മാത്രമാണ്. ആ 25% വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് പിന്നാലെ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അത് 30 ആയെന്നിരിക്കട്ടെ. അത് ഇപ്പൊ പറയേണ്ടപ്പോ അദ്ദേഹം പറഞ്ഞോളൂ. അത് 30 ആയെന്നിരിക്കട്ടെ. എന്തായിരിക്കും അവസ്ഥ? കേരളത്തിന്റെ 1/3 വോട്ട് ബി.ജെ.പി മുന്നണി NDA കരസ്ഥമാക്കിയാൽ കേരളം പിടിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം വെറുതെ സ്വപ്നമല്ല പറഞ്ഞത്, അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞു. ത്രിപുര ഇങ്ങനെയാണ് കീഴടക്കിയത്. 1.5% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ ഒറ്റയടിക്ക് അധികാരത്തിൽ വന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വർക്ക് ചെയ്തത് കൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് കോൺഗ്രസിനും CPM-നും ഒരു സീറ്റ് പോലും കിട്ടാതെ വട്ടപൂജ്യമായി പോയത്. ഇതേ വർക്ക് 6 വർഷക്കാലം നടത്തിയത് കൊണ്ടാണ് UP പിടിച്ചെടുക്കാൻ പറ്റിയതും അവിടെ 2% വോട്ടിലേക്ക് കോൺഗ്രസ് തകർന്നു വീണത്. ബാലികേറാമല എന്ന് എല്ലാവരും പറഞ്ഞിരുന്ന ഒറീസ പിടിച്ചതും ഇതേ തന്ത്രം ഉപയോഗിച്ച് തന്നെയാണ്. ഇതൊന്നും രഹസ്യമല്ല. പരസ്യമായി ജനങ്ങളോട് സംബന്ധിച്ച് അവരുടെ വീട് വീടാന്തരം കയറി അവരെ ബി.ജെ.പി പക്ഷത്തേക്ക് കൊണ്ടുവരുന്ന ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു മഹാപ്രക്രിയയിലൂടെയാണ് മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ ബി.ജെ.പി സംസ്ഥാനങ്ങളായി മാറിയത്. ഒപ്പം അദ്ദേഹം പറയുന്നു, ഈ പറയുന്ന ഒരു അഹങ്കാരം, CPM-ന്റെ ഈ ഒരു അഹങ്കാരം ഒരു കാലത്ത് ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു, രാജസ്ഥാനിൽ ഉണ്ടായിരുന്നു, മധ്യപ്രദേശിൽ ഉണ്ടായിരുന്നു, ഡൽഹിയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ ഒക്കെ തന്നെ ബി.ജെ.പി ഭരിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഇതേപോലെയുള്ള കഠിനാധ്വാനം, ആസൂത്രണം, പ്ലാനിങ്, ആക്ഷൻ പ്ലാൻ ഇതെല്ലാം ബി.ജെ.പി നടപ്പാക്കിയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു പ്രവർത്തന രംഗത്താണ് ഇന്ന് ബി.ജെ.പി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ 25% എന്നുള്ളത് അപ്രാപ്യമായ കാര്യമല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ കേരളത്തിന്റെ ഇടതുപക്ഷ ആധിപത്യം അവസാനിക്കാൻ പോവുകയാണ് എന്ന വ്യക്തമായ സൂചനയാണ് ഇവിടെ അമിത്ഷാ പ്രകടിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ കൂടി ഈ മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അത് വോട്ടിന്റെ കാര്യത്തിലാണ്. 25% വോട്ട് പോലും ലഭിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത്.
തീർച്ചയായിട്ടും അയാൾ അങ്ങനെ തന്നെ പറയണം. കാരണം ഈ പറഞ്ഞ ശതമാന കണക്കുകളൊക്കെ നമ്മൾ CPM ഭരിച്ച സംസ്ഥാനങ്ങളിൽ കണ്ടു. അതായത് ത്രിപുരയിൽ കണ്ടു, പശ്ചിമ ബംഗാളിൽ കണ്ടു. മാത്രമല്ല ഇടതുപക്ഷ വോട്ട് ഇപ്പൊ എവിടെ നിൽക്കുന്നു? അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ CPM-ന് 1% വോട്ട് പോലും ഇല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ CPI-ക്ക് 1% വോട്ട് പോലും ഇല്ല. CPI-യും CPM-ഉം കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ പോലും 1.5%, 1.25% വോട്ടിൽ കൂടുതലില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. നമ്മൾ ഓർക്കണം, ഇന്ത്യയില് 100 കൊല്ലം തികച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, 140 കൊല്ലം തികച്ചിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി. അങ്ങനെയൊക്കെയാണല്ലോ അവർ പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ 100 വർഷം RSSന്റെ 100 വർഷം തികയുമ്പോൾ RSSന്റെ അനുഗ്രഹാശീർവാദത്തോടു കൂടി ഉണ്ടായ ജനസംഘം ഇന്നത്തെ BJP അധികാരത്തിൽ എത്തിയെന്ന് മാത്രമല്ല, അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വൻ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അതായത് മീഡിയ കൊണ്ട് എത്രമാത്രം പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും, ഏതെല്ലാം തരത്തിലുള്ള കിറ്റ് കൊടുത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും, ട്രേഡ് യൂണിയനിസം കൊണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ സൊസൈറ്റികൾ, ട്രസ്റ്റുകൾ, അങ്ങനെയൊക്കെയുള്ള ലോക്കൽ ബോഡി സംവിധാനങ്ങൾ, ഇതുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അതിനെയും മറികടക്കാൻ കഴിയുന്ന ജനസമ്പർക്ക ശക്തി ഇന്ന് BJPക്കുണ്ട്. അതായത് ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനും സംസാരിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു കേഡർ സിസ്റ്റം, വീട് വീടാന്തരം എത്താൻ കഴിയുന്ന വമ്പൻ നെറ്റ്വർക്ക്, ഇതെല്ലാം ഒരുക്കി നിർത്തിയിട്ടാണ് പരസ്യ സംവാദത്തിന് അമിത്ഷാ പിണറായിയെ വിളിക്കുന്നത്. അല്ലാതെ വെറുതെ അല്ല, മറ്റാരെങ്കിലും പറയുന്നത് പോലെയല്ല. അതായത് വീട് വീടാന്തരം ഈ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നെറ്റ്വർക്ക് റെഡിയാക്കി വെച്ചിട്ടാണ്, അത് ഉറപ്പാക്കിയിട്ടാണ് അമിത്ഷാ ഇപ്പോൾ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുന്നത്. അപ്പൊ അമിത്ഷായുടെ കയ്യിൽ ഡാറ്റയുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, കണക്കുകളുണ്ട്, കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. ഒപ്പം തന്നെ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ വീട് വീടാന്തരം എത്താൻ കഴിയുന്ന നെറ്റ്വർക്ക് BJPക്കുണ്ട്. മീഡിയയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എത്ര തന്നെ പ്രതിരോധിച്ചാലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന വമ്പൻ പാർട്ടി അടിത്തറ കെട്ടിപ്പടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം കഴിഞ്ഞ് കേരളം പിടിക്കാൻ അമിത്ഷാ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ചെറിയ ഒരു വരവല്ല. എന്തായാലും പിണറായി വിജയൻ അമിത്ഷായുടെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹം, ജയസൂര്യൻ സാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, ചൂണ്ടയിൽ കൊത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം പിണറായി വിജയൻ അതിന് കൃത്യമായ ഒരു മറുപടിയായി നൽകിയതെന്ന് പറയുന്നത്, ദുരന്ത നിവാരണ ഫണ്ടായി കേരളത്തിന് ഒന്നും ലഭിച്ചിട്ടില്ല, കേന്ദ്ര സർക്കാർ ഒന്നും തന്നിട്ടില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞിടത്താണ് കണക്കുകൾ നിരത്തി ഏറ്റവും കൂടുതൽ ലാഭം നേടിയ സംസ്ഥാനങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നേടിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്ന് അമിത്ഷാ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിലുള്ള വാദപ്രതിവാദങ്ങൾ CPM-ഉം BJP-യും വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കുമോ എന്ന് കണ്ടറിയാം. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.